എങ്ങോട്ടാ പോകുന്നത്? നമ്മൾ ബീച്ചിൽ പോവാണ് ഗായ്സ്. അപ്പൊ ഞാനും എന്റെ റിനിയേട്ടനും. അപ്പോൾ ഇന്ന് എൻ്റെ ഒരു വലിയൊരു പ്ലാന് ഫ്ലോപ്പായ ദിവസമായിരുന്നു. അപ്പോൾ ആകെ ഡൗൺ ആയിരിക്കുമ്പോഴാണ് ഒന്ന് ബീച്ചിൽ പോയാലോ എന്ന് തോന്നിയത്. നമുക്ക് എന്തെങ്കിലും വിഷമം വരുമ്പോൾ നമ്മൾ വേറെ എന്തെങ്കിലും സന്തോഷം കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. സങ്കടം വരുമ്പോ നമ്മൾ ബീച്ചിൽ പോയി കുറച്ച് സമയം തിരമാല എണ്ണി കഴിഞ്ഞാൽ കുറയുന്നാണ്. പിന്നെ ഞാൻ ആകെ മൂഡ് ഓഫ് ആയി, ആകെ ഡൗൺ ആയ ഒരു ഡേ ആയിരുന്നു. കാര്യങ്ങൾ അങ്ങനെയാണല്ലോ, നമ്മൾ പ്ലാൻ ചെയ്ത് നല്ല ഹൈപ്പിൽ കൊണ്ടെത്തിക്കും, അല്ലെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് പ്ലാൻ ചെയ്തിട്ട് വരും. പക്ഷെ ആ ഒരു പ്ലാന് കംപ്ലീറ്റ്ലി ഫ്ലോപ്പായി പോവും. അങ്ങനെയാണല്ലോ ലൈഫ്. എനിക്ക് പൊതുവേ അങ്ങനെയാണ്. എപ്പോഴും ഞാൻ പ്ലാൻ ചെയ്യുന്നതൊന്നുമല്ല, വേറെ പലതുമാണ് നടക്കാറ്. അപ്പോൾ ബീച്ചിൽ കുറച്ച് നടക്കുകയൊക്കെ ചെയ്തപ്പോൾ കുറച്ചൊന്ന് റിലാക്സ്ഡ് ആയി. അപ്പോൾ ഞങ്ങൾ ബീച്ചിൽ പോയാൽ നമ്മൾ ഐസ്ക്രീം വാങ്ങിക്കണമല്ലോ. അപ്പോൾ ഞാൻ വാനിലയാണ് ഉദ്ദേശിച്ചത്. പിന്നെ പിസ്ത വാങ്ങി. പിസ്തയ്ക്ക് ഒരു ടേസ്റ്റും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പിസ്ത റിനിയേട്ടന് കൊടുത്തു. ഞാൻ വാനില തന്നെ കഴിച്ചു. വാനില അടിപൊളിയായിരുന്നു. അപ്പോൾ പിന്നെ കുറച്ച് വെള്ളത്തിലൊക്കെ കളിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ബീച്ചിൽ പോകാനായിട്ട്. ഭയങ്കര ഈ ബീച്ച് സൈഡ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു സ്ട്രെസ്സ് റിലീഫ് ആവുന്നൊരു പ്ലേസാണ്. അപ്പോൾ പിന്നെ ഞാനും എസ്ലിനും കുറേ വെള്ളത്തിലൊക്കെ കളിച്ചു. പൂഴി കൊണ്ട് കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി. അങ്ങനെ എല്ലാം ഓക്കെ ആയി. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ.